ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹാർട്ട് സ്റ്റെയിൻ എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ക്ലാസ് കഴിയുന്ന സമയത്ത് ഹിയോണും ദോഹയും കൂടെ ആയിട്ട് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹിയോണാണെങ്കിൽ ദോഹേനെ സിനിമ കാണാനായിട്ടാണ് കൊണ്ടുവരുന്നത്. അവിടെ അപ്പോൾ എത്തുമ്പോഴത്തേക്കും ദോഹയാണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ഇപ്പോൾ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല, എന്നാലും നമുക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണെന്ന് എഴുതിയിട്ട് പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ട് അവർ സിനിമ കാണാനായിട്ടിരിക്കുന്നുണ്ട്. സിനിമ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ദോഹയാണെങ്കിൽ ഹിയോണിനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് സിനിമ കഴിയുമ്പോഴത്തേക്കും ഹിയോൺ ഉറങ്ങുന്നതാണ് ദോഹ കാണുന്നത്. അങ്ങനെ ഹിയോൺ എഴുന്നേൽപ്പിക്കാൻ നിൽക്കാതെ ദോഹ ഹിയോണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹിയോൺ ഉണരുന്നുണ്ട്. അങ്ങനെ അവരുണ്ടരും അവിടെ നേരെ അടുത്ത് ബീച്ചിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ നീ കറങ്ങാൻ വരുന്നത് ഉദ്ദേശിച്ചപ്പോൾ ബീച്ചും സിനിമയായിരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കുറച്ചുകൂടെ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചു എന്ന് ദോഹ പറയുന്നുണ്ട്. ഹിയോണപ്പോൾ നമ്മളിപ്പോൾ കോളേജ് എൻട്രൻസ് എക്സാം എഴുതാതിരിക്കുകയല്ലേ, അതിൻ്റെ ടെൻഷനിലിരിക്കുന്ന നമുക്ക് ഇത് തന്നെയല്ലേ ഏക സമാധാനം, എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനേക്കാൾ അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ദോഹയാണെങ്കിൽ എനിക്കാണെങ്കിൽ സമയം ഇപ്പം നിന്നിരുന്നെങ്കിൽ ഇതിൽ തന്നെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോൺ നിനക്ക് അങ്ങനെയാണ് തോന്നുന്നത്, എന്നാൽ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഈ സമയം ഒന്ന് പോയാൽ മതി എന്നാണ് തോന്നുന്നത്. അതാകുമ്പോൾ എക്സാം എല്ലാം കഴിയും, നമ്മൾ കുറേ കൂടെ വലുതാവും, എങ്കിൽ പിന്നെ നമുക്ക് ഇതിനേക്കാളും കുറേ കൂടെ എൻജോയ് ചെയ്ത് നടക്കാനൊക്കെ പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ദോഹയ്ക്ക് തണുക്കുന്നുള്ളത് കണ്ടിട്ട് ഹിയോണാണെങ്കിൽ അവൻ്റെ ജാക്കറ്റ് ദോഹയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നൈറ്റ് ആകുമ്പോൾ ദോഹേനെ ഹിയോൺ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ട് ബായ് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ്. അങ്ങനെ അവൻ്റെ വീട്ടിൽ എത്തുമ്പോൾ ലീസോരി അവിടെ ഉണ്ടായിരുന്നു. ലീസോരി റൈസ് കേക്ക് എടുത്ത് കൊടുത്തിട്ട് ഇതെൻ്റെ അമ്മ കൊണ്ടുവരാൻ പറഞ്ഞതാ, എടുത്ത് കഴിക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇവരുടെ കോളേജ് എൻട്രൻസ് എക്സാമിന് അധികം ടൈമൊന്നുമില്ല, ഒരു 3 ആഴ്ച വരും. അങ്ങനെ അവരെല്ലാവരും തന്നെ ആ ഒരു രീതിയിൽ ബിസിയായി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂളിൽ വെച്ചിട്ട് ഇവരെല്ലാവരും ആ പഠനത്തിൻ്റെ തിരക്കിലാണ്. അതേപോലെ തന്നെ സ്കൂളിൽ വെച്ച് ജുൻസോയും പിന്നെ ഹിയോൺ മീറ്റ് ചെയ്താൽ പോലും രണ്ടുപേരും ശത്രുക്കളെ പോലെ നോക്കും. പിന്നെ അടിയുണ്ടാക്കാതിരിക്കാൻ രണ്ടുപേരും പരമാവധി ശ്രമിച്ച് മാറി നടക്കുകയും ചെയ്യും. അങ്ങനെ കുറേ ദിവസം കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു എക്സാമിന് 3 ദിവസം മുമ്പുള്ള ദിവസമായിട്ട് രാവിലെ ക്ലാസ്സിലേക്ക് ഹിയോൺ നടന്നു പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ദോഹ വന്നിട്ട് നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അവന് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയം ഹിയോൺ എനിക്ക് ഫസ്റ്റ് ടൈം ഇതിൽ ഗിഫ്റ്റൊക്കെ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ടേമിനും ലീസോരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ടേമിന് ഓടി വന്നിട്ട് എനിക്കോ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ അതെടുക്കാൻ പോകുമ്പോഴത്തേക്ക് തരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹിയോൺ ഓടുന്നുണ്ട്, ടേമിൻ പുറകെ പോകുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ലീസോരിയും ദോഹ ഇത് രണ്ടും കൊച്ചു പിള്ളേരെ പോലെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവരും പുറകെ പോകുന്നുണ്ട്. അന്ന് ഇൻ്റർവെൽ ആവുന്ന സമയത്ത് ഹിയോണും ദോഹയും പുറത്ത് വന്നിരുന്ന് സംസാരിക്കുകയാണ്. ആ സമയം ദോഹയാണെങ്കിൽ ഇത് ഫുള്ള് മഞ്ഞാണല്ലോ, ഇപ്പോൾ വിൻ്റർ തുടങ്ങിയതേ ഉള്ളൂ, അപ്പം തന്നെ ഇങ്ങനെ മഞ്ഞായി കഴിഞ്ഞാൽ എക്സാമിൻ്റെ അന്നൊക്കെ എന്തായിരിക്കും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ എക്സാമിൻ്റെ അന്ന് മഞ്ഞ് വീഴാൻ സാധ്യതയില്ല എന്നിങ്ങനെ പറയുന്ന സമയത്ത് ദോഹയാണെങ്കിൽ എനിക്ക് സ്നോയോ ഒന്നും തന്നെ തീരെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ഹിയോൺ അപ്പോൾ നിനക്കത് ഇഷ്ടമല്ലേ, പക്ഷേ എനിക്കത് നല്ല ഇഷ്ടമാണെന്ന് പറയാണ്. ആ സമയം ദോഹ പക്ഷേ എനിക്കത് ഇഷ്ടമല്ല, നമുക്ക് വലുതായി കഴിയുമ്പോഴത്തേക്കും മഞ്ഞൊന്നും ഇല്ലാത്ത വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാമെന്ന് പറയുന്നുണ്ട്. ഹിയോൺ അപ്പോൾ പക്ഷേ എൻ്റെ ആഗ്രഹം നിൻ്റെ കൂടെ ഐസ് സ്കേറ്റിങ്ങിനൊക്കെ പോകണമെന്നായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ദോഹ എങ്കിൽ പിന്നെ നമുക്കൊരിക്കൽ പോകാമെന്ന് പറയുന്നുണ്ട്. ഹിയോൺ അപ്പോൾ നമുക്കെങ്കിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ജനുവരി പോയാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദോഹയാണെങ്കിൽ നമുക്കത് ആലോചിക്കാമെന്ന് പറയുന്നുണ്ട്. അന്ന് ടീച്ചറാണെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പേരെഴുതിയിട്ട് ചോക്ലേറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതിലെല്ലാവർക്കും തന്നെ ചോക്ലേറ്റിൻ്റെ കൂടെയായിട്ട് ഒരു സ്റ്റിക്കി നോട്ടിൽ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഹിയോണാണെങ്കിൽ അവന് കൊടുത്ത ആ ഒരു മുട്ടായി കഴിക്കുന്നില്ല, അത് ജസ്റ്റ് ഒരു ലക്കിന് ഇരിക്കട്ടെ എന്ന് എഴുതിയിട്ട് ടീച്ചർ കൊടുത്ത ആ ഒരു മുട്ടായും ആ ഒരു സ്റ്റിക്കി നോട്ടും അവനോട് സൈഡിൽ തന്നെ വെച്ചേക്കാണ് പഠിക്കുന്നതിൻ്റെ അടുത്തായിട്ട്. പിന്നീട് കാണിക്കുന്നത് അവരുടെ കോളേജ് എൻട്രൻസ് എക്സാമിൻ്റെ ആ ദിവസമാണ്. അന്നാണെങ്കിൽ അവർ രണ്ടുപേരും പരസ്പരം ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പോയി എക്സാം എഴുതുന്നുണ്ട്. അങ്ങനെ എക്സാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേർക്കും കുഴപ്പമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അങ്ങനെ അവർ നടന്നു പോകുന്നുണ്ട്. പിന്നീട് ഈവനിങ് ആകുമ്പോഴത്തേക്കും ലീസോരിയും ടേമിനും പിന്നെ ദോഹയും കൂടെ ആയിട്ട് ഹിയോണിൻ്റെ വീട്ടിൽ വരാണ്. അങ്ങനെ അവർ നല്ലൊരു സ്നാക്സൊക്കെ കഴിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞില്ലേ, സ്കൂൾ ലൈഫ് കഴിയാറായില്ലേ, അപ്പോൾ പിന്നെ നമുക്കാണെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ട്രിപ്പ് പോയാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഗ്രാജുവേഷൻ ട്രിപ്പോ എന്നുള്ള രീതിയിൽ ബാക്കി 3 പേരും ചോദിക്കുമ്പോൾ ടേമിനാണെങ്കിൽ അതെ ഗ്രാജുവേഷൻ ട്രിപ്പ് നമുക്ക് പോവുകയും ചെയ്യാം, പിന്നെ നമ്മളിപ്പോൾ വലുതായല്ലോ അതുകൊണ്ട് നമുക്ക് ട്രിപ്പ് പോകുമ്പോൾ ഡ്രിങ്ക് ചെയ്യുകയും ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ദോഹയാണെങ്കിൽ ഇപ്പോഴേ നിനക്ക് ഡ്രിങ്ക് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സമയം കിട്ടിയ ട്രിപ്പിന് പോകാൻ അവർ 4 പേരും പറയുന്നുണ്ട്. ആ സമയം ലീസോരി എങ്കിൽ ശരി ഞാൻ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കും ടേമിന് ഞാനും കൂടെ വരുന്നു, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് അവളുടെ പുറകെ പോകുന്നുണ്ട്. പിന്നെ അവിടെ ദോഹയും ഹിയോണും മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം ദോഹ ഹിയോണിൻ്റെ അടുത്ത് നിൻ്റെ ഫോണിൽ എന്താ ഇത്രയും ഗെയിംസ് ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹിയോണാണെങ്കിൽ അത് പിന്നെ എനിക്ക് ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമാണ്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറേ ഗെയിം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഗെയിം കളിക്കാനായിട്ട് നിൽക്കുകയാണ്. ആ സമയം ദോഹ അപ്പോൾ ഞാനോ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഹിയോണിന് അതിനൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ നീ എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചോദ്യം അവോയ്ഡ് ചെയ്ത് കളയാനായിട്ട് അവനാണെങ്കിൽ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങുന്നുണ്ട്. ആ സമയം അവൻ്റെ മനസ്സിൽ അവരാണെങ്കിൽ ഒരു ബെറ്റിലൂടെ
ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ആലോചിക്കുന്നുണ്ട്. ആര് വന്നിട്ട് തൻ്റെ അടുത്ത് നിനക്ക് ദോഹേനെ ഇഷ്ടമാണെന്ന് ചോദിച്ചാലും തനിക്ക് എസ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം തനിക്ക് ദോഹയോട് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല എന്ന് അവനിപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്. അതിനുശേഷം അവനാണെങ്കിൽ ഹെഡ്സെറ്റ് മാറ്റിയിട്ട് ദോഹയുടെ അടുത്ത് നമുക്ക് എൻ്റെ റൂമിൽ പോയി ഇരുന്നാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദോഹയാണെങ്കിൽ ഓക്കെ ഞാൻ പോയി ഫസ്റ്റ് ജ്യൂസ് എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോൺ ഇല്ല നീ റൂമിലോട്ട് പൊക്കോ ഞാൻ പോയി ജ്യൂസ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദോഹ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് ചെല്ലാണ്. അങ്ങനെ റൂമിൽ പോയിട്ട് ഓരോരോ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ടീച്ചറാണെങ്കിൽ ആ കൊടുത്ത മുട്ടായി അതിപ്പോഴും ഹിയോൺ വച്ചിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ദോഹയ്ക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ അതെടുത്ത് നോക്കുന്ന സമയത്താണ് കറക്റ്റ് അങ്ങോട്ടേക്ക് ഹിയോണും കയറി വരുന്നത്. ഹിയോണിന് ദോഹയുടെ മുഖം കാണുമ്പോൾ തന്നെ അവൻ ആ മുട്ടായി വെച്ചിരിക്കുന്നത് ദോഹയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു ബെഡിലിരിക്കുന്ന സമയത്ത് ഹിയോണാണെങ്കിൽ നിനക്കെന്താ ദേഷ്യമാണോ എന്നിങ്ങനെ ദോഹയോട് ചോദിക്കുമ്പോൾ എനിക്കെന്തിനാ ദേഷ്യം, ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ അല്ല നീ എന്താ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ദോഹയാണെങ്കിൽ അത് പിന്നെ നീ എന്താ ആ ഒരു മുട്ടായി ഇതുവരെ കഴിക്കാത്തത്, നീ എന്തിനാ അത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ ടീച്ചർ തന്ന എക്സാമിന് വേണ്ടിയിട്ട് മോട്ടിവേഷനായിട്ട് തന്നൊരു സംഭവമല്ലേ, അതുകൊണ്ട് എക്സാമിന് ലക്കായിട്ടിരിക്കട്ടെ എന്ന് എഴുതി വച്ചിരുന്നതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ദോഹയാണെങ്കിൽ പക്ഷേ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ കുറച്ച് ദിവസമായല്ലോ എന്നിട്ട് നീ എന്തിനാ അത് വച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹിയോണാണെങ്കിൽ അത് ഞാൻ മറന്നു പോയതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ദോഹ അവൻ ഒരുമാതിരി നോക്കുമ്പോൾ ഹിയോണാണെങ്കിൽ സത്യമായിട്ട് ഞാൻ മറന്നു പോയതാ, എന്നൊന്ന് വിശ്വസിക്ക്, നീ വേണമെങ്കിൽ ആ മുട്ടായി എടുത്ത് കഴിച്ചോ, അതിൽ എഴുതിയിരിക്കുന്ന ആ നോട്ടും നീ എടുത്ത് കളഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ദോഹയാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാനത് എടുക്കുമെന്ന് പറയുന്നുണ്ട്. ഹിയോൺ അപ്പോൾ ഓക്കെ എന്ന് പറയാണ്. ദോഹ എന്നിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ ഹിയോണാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ ഞാൻ നടത്തി തരാമെന്ന് പറയാണ്. അങ്ങനെ ദോഹ നിനക്ക് എന്നെ ഒന്ന് ഇഷ്ടമാണെന്ന് പറയാവോ, അതേപോലെ തന്നെ എന്നെ ഒന്ന് കിസ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ ഒന്ന് പതറുന്നുണ്ട്. ദോഹ അപ്പോൾ നിനക്ക് ചെയ്യാൻ താല്പര്യമില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹിയോൺ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ദോഹേനെ കിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ കിസ് ചെയ്ത് കഴിഞ്ഞുകൊണ്ടേ തന്നെ അവൻ വീണ്ടും കിസ് ചെയ്യാതെ അങ്ങ് ദോഹയുടെ തോളിൽ ചാരി കിടക്കാണ്. ആ സമയം ദോഹയാണെങ്കിൽ നിനക്ക് പേടിയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹിയോൺ അതേന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് വാഷ്റൂമിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാണ്. അവനങ്ങനെ പുറത്തിറങ്ങിയിട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് ദോഹയാണെങ്കിൽ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. ഹിയോൺ അപ്പോൾ ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ ഇറങ്ങാണ്. അവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന സമയം ഹിയോണാണെങ്കിൽ ദോഹയുടെ അടുത്ത് എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നീ ഏത് കോളേജിലാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്, ഇനിയിപ്പോൾ നീ കോളേജിലൊന്നും ജോയിൻ ചെയ്യുന്നില്ലേ, ചിലരൊന്നും കോളേജിൽ പോകാറില്ല, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ദോഹ ഹിയോണിൻ്റെ അടുത്ത് ഹിയോൺ ഏക്കിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഞാനാണെങ്കിൽ എബ്രോഡ് പഠിക്കാൻ പോവാം, 2 മാസത്തിനുള്ളിൽ പോവും, നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോൺ നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫാമിലി എൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ അടുത്തൊക്കെ നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ, എന്നാൽ ഞാൻ ഈ കാര്യം വലിയ സീരിയസ് ആക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ഇതിപ്പോൾ പോകാനുള്ള സമയമായി, അതുകൊണ്ട് ഞാൻ ഉടനെ പോവും, ജർമ്മനിയിലോട്ടാണ് പോകുന്നത്, എൻ്റെ റിലേറ്റീവ്സിൻ്റെ കൂടെ ഞാൻ താമസിക്കുമെന്ന് പറയുമ്പോൾ ഹിയോണാണെങ്കിൽ നീ എപ്പോൾ തിരിച്ചു വരും, ഗ്രാജുവേഷൻ സെറമണിക്ക് ഇനി ഉണ്ടാവത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ, പിന്നെ ഞാൻ തിരിച്ചു വരുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല, മേ ബി ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് വന്നേക്കാമെന്നും പറയുന്നുണ്ട്. ആ സമയം ഹിയോൺ എന്തോ പറയാൻ വരുന്നുണ്ട്, എന്നാൽ പിന്നെ അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് വിട്ടുകളയാണ്. ദോഹ ആ സമയം എനിക്കറിയായിരുന്നു നീ എൻ്റെ അടുത്ത് നിൽക്കാൻ പോലും പറയത്തില്ല എന്ന്, ഞാൻ പ്രതീക്ഷിച്ചു ചിലപ്പോൾ നീ എൻ്റെ അടുത്ത് പോവല്ലേ എന്നൊക്കെ പറയുമെന്ന്, എന്നാൽ നിനക്കിപ്പോഴും ടീച്ചറിനെ തന്നെയാണല്ലേ ഇഷ്ടം, എന്നെ നിനക്കിപ്പോഴും ഇഷ്ടമല്ലല്ലേ, ഞാൻ ആ ബെറ്റി തോറ്റുവല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് നടന്നു പോകുന്നുണ്ട്. ബെറ്റെന്ന് പറയുമ്പോൾ ആ ഒരു കോളേജ് എൻട്രൻസ് എക്സാം അത് കഴിയുന്നവരെ ഇവർ ഡേറ്റ് ചെയ്യുമെന്നായിരുന്നു ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ എക്സാം കഴിയുന്ന സമയത്ത് ഹിയോണിന് ദോഹയോട് ഫീലിങ്സ് തോന്നിക്കഴിഞ്ഞാൽ ദോഹ ജയിക്കുമെന്നും ഫീലിങ്സ് തോന്നിയില്ലെങ്കിൽ ദോഹ തോക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹിയോണിന് ദോഹയോട് ഫീലിങ്സ് തോന്നിയില്ല, അതുകൊണ്ടാണ് ദോഹ ഇപ്പോൾ ഞാൻ ആ ബെറ്റി തോറ്റല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ കരഞ്ഞുകൊണ്ട് നടന്നു പോയത്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.